എബ്രഹാം ഓസ്ലർ ഡോക്ടർ രൺവീർ കൃഷ്ണൻ്റെ തിരക്കഥയിൽ മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത് പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് എബ്രഹാം ഓസ്ലർ. നമ്മുടെ പ്രിയപ്പെട്ട ജയറാം ഒരുപാട് വർഷം ശേഷം തിരിച്ചു വരുന്ന, അല്ലെങ്കിൽ ഒരു രണ്ടാം വരവ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് എബ്രഹാം ഓസ്ലർ. വൈകാതെ തന്നെ സസ്പെൻസ് ആയിട്ടുള്ള ഒരു മമ്മൂട്ടിയുടെ ക്യാരക്ടർ ഉണ്ട് എന്നുള്ളത് പുറത്തു വിട്ടിട്ടുണ്ട് സിനിമ അണിയറ പ്രവർത്തകർ. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ ആ ഒരു ക്യാരക്ടർ റോള് എന്താണെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല. പക്ഷേ മമ്മൂട്ടിയുടെ ആ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് തീർച്ചയായിട്ടും മലയാളികളെ കോരിത്തരിപ്പിക്കുന്നതാണ്. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒന്ന് ഇതിൻ്റെ മ്യൂസിക് തന്നെയാണ്. മിഥുൻ മുകുന്ദൻ, അതുപോലെയാണ് ഇതിൻ്റെ ക്യാമറ തേനി ഈശ്വർ. നൈറ്റ് വിഷ്വൽസിനെ നല്ല രസമായിട്ട് തന്നെ ഒപ്പിയെടുത്തിട്ടുണ്ട് ക്യാമറ കണ്ണുകളോടുകൂടിയിട്ട്. കൂടുതലും ഈ സിനിമ സംസാരിക്കുന്നതും ഒരു ക്രൈം ത്രില്ലർ ആയതുകൊണ്ട് തന്നെ നൈറ്റുകളാണ് കൂടുതലായിട്ടുള്ളത്. അത് മനോഹരമായിട്ട് തേനീശ്വർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മിഥുൻ്റെ മ്യൂസിക്. ഓരോ സിറ്റുവേഷൻസിനെയും അത് എങ്ങനെ ഗംഭീരമാക്കുന്നു എന്ന് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മ്യൂസിക് സഹായിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകിച്ച് സിനിമ അഞ്ചാം പാതിരയോട് സിമിലാരിറ്റി തോന്നിയേക്കാം, എങ്കിലും അതിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിങ്ങിനേക്കാൾ ഉപരിയായിട്ട് ഇതിൻ്റെ ഒരു മേക്കിംഗ് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഒരു ക്രൈം ത്രില്ലർ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്കുള്ള, അല്ലെങ്കിൽ ഒരു സങ്കടം കയറി നടക്കുന്ന ഒരു നായകൻ. ഇതിനു മുമ്പേയും പാറ്റേണുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ലൈഫിൽ പേഴ്സണൽ ഇഷ്യൂ കാരണം അടികളേറ്റിട്ടുള്ള ഒരു കുറ്റാന്വേഷണ നായകൻ, അയാൾക്ക് നേരിടേണ്ടി വരുന്ന പേഴ്സണൽ ലൈഫും ഒരു ക്രൈം സിറ്റുവേഷൻസും എങ്ങനെ ബാലൻസ് ചെയ്യുന്നു, അതിലൂടെ അയാൾക്ക് കിട്ടുന്ന ചില റിക്കവറി എന്നുള്ള സിനിമ പാറ്റേൺ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. അതും തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. പക്ഷേ അതിന്നൊക്കെ കുറച്ചൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ഇമോഷൻസിനെ ഒന്നും കൂടെ ക്യാരി ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ഈ ഒരു നായകൻ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ മോളെയും വൈഫിനും അത് ജീവിതകാലം മുഴുവൻ അയാളെ വേട്ടയാടുന്നുണ്ട്. അത് ജയറാമിൻ്റെ ശരീരത്തിലും അയാളുടെ നടത്തത്തിലും അയാളുടെ ഡ്രസ്സിങ്ങിലും ഒക്കെ കാണാം ഈ സിനിമ. പക്ഷേ എനിക്ക് പല സമയത്തും ജയറാമിനെ കൊണ്ട് ക്യാരി ചെയ്യാൻ പറ്റുന്നതിനപ്പുറമാണോ എന്നെനിക്ക് തോന്നിപ്പോയി. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജയറാമിന് ആ വേഷം അത്രയ്ക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ട് പല സ്ഥലങ്ങളിലും എനിക്ക് തോന്നിയിട്ടില്ല. പെർഫോമൻസുകൾ ഒന്ന് അനുഷര രാജിനാണ്. ചെറിയ റോളാണെങ്കിലും പുള്ളിയുടെ ഇമോഷൻസിനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഫ്ലാഷ് ബാക്കിൽ പറയുന്ന കുറേ ചെറുപ്പക്കാരുണ്ട്, ഒരുപാട് നടന്മാർ ഇതിനകത്തുണ്ട്. പിന്നെ ഈ അടുത്ത ജഗദീഷാണ്. ജഗദീഷിൻ്റെ ഒരു കഴിഞ്ഞ സിനിമകളൊക്കെ കണ്ടറിയാം, ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജഗദീഷ് കഥാപാത്രങ്ങളാണ് തീർച്ചയായിട്ടും ഈ സിനിമ എത്തുമ്പോഴും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ജഗദീഷിന് ഈ സിനിമയിലുള്ളത്. അത് അയാളുടെ നടത്തത്തിലും അയാളുടെ സംസാരത്തിലും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യിക്കാം. ഒരു ഗഡ്സുള്ള, അല്ലെങ്കിൽ ആരോടും അധികം ചിരിക്കാത്ത, കുറച്ച് തൻ്റേടി ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ കഥാപാത്രമാണ് അയാളിതിൽ ചെയ്യുന്നത്. അത് അയാളുടെ ബോഡി ലാംഗ്വേജിൽ വളരെ വ്യക്തമായിട്ട് ജഗദീഷ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ അനൂപ് മേനോനുണ്ട് സിനിമയിൽ. പിന്നെ അർജുൻ അശോകൻ ഒരു മനോഹരമായ വേഷമാണ് ഈ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ക്ലൈമാക്സിൽ അയാളുടെ ഒരു ഭാവമാറ്റം ഒക്കെ വരുന്നുണ്ട്. ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ത്രെഡൊക്കെ ഇട്ടിട്ടാണ് സിനിമ അവസാനിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും അഞ്ചാം പാതിരയെ പോലെ ഒരു സിനിമ ആയിട്ടില്ലെങ്കിൽ കൂടി എബ്രഹാം ഓസ്ലർ തീർച്ചയായിട്ടും നിങ്ങളെ തിയേറ്ററിൽ എൻജോയ് ചെയ്യിപ്പിക്കും എന്നത് തീർച്ചയാണ്. പിന്നെ പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ ഒരു അപ്പിയറൻസ് ഉണ്ട്. ഒരു ഫസ്റ്റ് ഹാഫ് വരെ നല്ല രസമായിട്ട് പോയി. ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡിങ് തൊട്ട് മുമ്പ് വരെ നല്ല രസമായിരുന്നു. എൻഡിങ് കഴിയുമ്പോൾ ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് ഒരു അനാവശ്യമായിട്ട് എനിക്ക് ചെയ്ത പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ മിഥുൻ യൂണിവേഴ്സിൻ്റെ ആസ് യൂഷ്വൽ ഒരു കഥാപാത്രമുണ്ട്, ചെറിയൊരു ത്രില്ലിംഗ് സസ്പെൻസ്, ആളെ ഞാൻ പറയുന്നില്ല ഈ സിനിമയ്ക്കകത്ത് ഇവിടെ. പിന്നെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് പടം ഫസ്റ്റ് നിർത്തിയിരുന്ന തുടങ്ങുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ലാഗ് അടുപ്പിക്കുമ്പോഴേക്കും മമ്മൂട്ടി വരുന്നുണ്ടോ. ഓവറോൾ നല്ല എൻഗേജിങ് ആയിട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ഇൻട്രോ മ്യൂസിക്കും ആ ഇൻട്രോ കാണിക്കുന്നതൊക്കെ ഭയങ്കര രസമായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ പോയി കാണാം. കാരണം അതിനുള്ളൊരു എൻഗേജിങ് കപ്പാസിറ്റി, അല്ലെങ്കിൽ എൻഗേജിങ് ആക്കിയിട്ട് മിഥുൻ മാനുവൽ തോമസ് നമുക്ക് വേണ്ടി പടം എടുത്തു വെച്ചിരിക്കുന്നുണ്ട്. ഒരു അഞ്ചാം പാതിരയൊന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട. പക്ഷേ തീർച്ചയായിട്ടും തിയേറ്ററിൽ ആരെയും ബോറടിപ്പിക്കില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. എന്തായാലും